നമ്മുടെ സ്വന്തം നിഫ്റ്റി 50 കഴിഞ്ഞ 2 ദിവസമായിട്ട് ഫാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മാർക്കറ്റ് താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷോർട്ട് ടൈം ട്രേഡേഴ്സും ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സൊക്കെ ഭയങ്കരമായിട്ട് പാനിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, നഷ്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. പല സ്റ്റോക്കുകളും താഴത്തോട്ട് പോകുന്നു, സ്റ്റോക്ക് പ്രൈസ് താഴത്തോട്ട് പോകുന്നു. പക്ഷേ ഈ ഒരു മാർക്കറ്റിൽ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് നല്ല ചാകര എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ്സ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. ആരാണെന്ന് അറിയാമോ? അതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഓപ്ഷൻ ബയേഴ്സ്. ഓപ്ഷൻ ബയേഴ്സിന് ഇത് ചാകര തന്നെയാണ്. അതായത് മാർക്കറ്റിൽ നല്ല മൂവ്മെന്റ്സ് ഉണ്ടാവുകയാണ്, പ്രത്യേകിച്ച് ബെയറിഷ് മൂവ്മെന്റ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാരാണ് പുട്ട് ബയേഴ്സ് ആണ്. അതായത് മാർക്കറ്റ് താഴത്തോട്ട് പോകുമ്പോൾ പ്രോഫിറ്റ് കിട്ടുന്ന നിഫ്റ്റിയുടെ ഓപ്ഷൻ ട്രേഡിംഗ് മെത്തേഡാണ് നിഫ്റ്റി പുട്ട് ബൈ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ പുട്ട് ബൈ ചെയ്യുമ്പോൾ പെട്ടെന്നാണ് പ്രോഫിറ്റ്സ് വരുന്നത്, നല്ല സ്പൈക്കുകളും ഈ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഓപ്ഷൻ ബയേഴ്സിന് ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഈ ഒരു ബെയറിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഈ ബെയറിഷ്നെസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയാമോ? എങ്ങനെ ഈ ഒരു സ്റ്റാർട്ട് ചെയ്തത് ടെക്നിക്കലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളായിട്ട് എനിക്ക് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. അതായത് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാണ്ട് ഇങ്ങനെ മാർക്കറ്റ് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ ആർക്കും പറ്റും, പക്ഷേ മാർക്കറ്റ് ഇത് വരുന്നതിന് മുമ്പ് സംസാരിക്കാൻ പറ്റിയെന്നുള്ളത്. പക്ഷേ നമ്മുടെ ആ ട്രേഡ് ടോക്സ് പോഡ്കാസ്റ്റിലൊക്കെ നമ്മൾ എപ്പോഴും ബെയറിഷ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഒരുപാട് ഓപ്ഷൻ ബൈയിങ് ഹൈലൈറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു വ്യൂ ഒന്നും എൻ്റെ ഈ ഒരു ചാനലിൽ ഷെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ടെക്നിക്കലി, അതായത് ഫണ്ടമെൻ്റലി ഒരു ബെയറിഷ്നെസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പോഡ്കാസ്റ്റിൽ ആ ഒരു ബെയറിഷ്നെസ്സിൻ്റെ കാര്യം നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ടെക്നിക്കലി നമുക്ക് ഇതെങ്ങനെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റ് ഓൾറെഡി അത് ആ ഒരു ടെക്നിക്കൽ അനാലിസിസ് തന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനത് വീഡിയോ ചെയ്തത്. പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാനിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി എന്നാൽ നമ്മുടെ ഓഫ്ലൈൻ, അതായത് നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നവരുടെ അടുത്ത് ഞാനിത് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഷെയർ ചെയ്തത് ഞാൻ ഒരു 100% ഉറപ്പ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, എന്നാലും ഒരു 75% ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇത് കൺഫേം ആയി, അത് ആ ഒരു ഫാള് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ആ ഒരു കാര്യം വളരെ സിമ്പിളായിട്ട്, ഞാൻ വലിച്ചിട്ടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഞാൻ എന്താണ് ആ ഒരു അനാലിസിസ് ഞാൻ നോക്കിയത് എന്നുള്ളതാണ്. വേറൊന്നല്ല, നമ്മുടെ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ അല്ല, ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, ഒരു ട്രിപ്പിൾ ക്യാൻഡിൽ കൺഫർമേഷൻ. ഇതിനു മുമ്പ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല, പക്ഷേ ഈ മാർക്കറ്റിലും അത് വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ് കൂടുതലായിട്ട് അനാലിസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ S&P CNX നിഫ്റ്റി ഇൻഡെക്സ് ഫ്യൂച്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ലൈൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഡെയിലിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ്സ് ആൻ ഈവനിങ് സ്റ്റാർ അഥവാ അസ്തമയ സൂര്യൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് മാർക്കറ്റിൽ ഇവിടെ വന്നിരിക്കുന്നത്. നോക്കൂ, ഈ ഒരു ക്യാൻഡിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള സ്മോൾ സ്പിന്നിങ് ടോപ്പ്, അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഒരു വലിയ റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇതാണ് ഈവനിങ് സ്റ്റാർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു റിവേഴ്സിബിൾ ചെറിയ സ്മോൾ സ്പിന്നിങ് ടോപ്പ്, ഒരു വലിയ റെഡ് ക്യാൻഡിൽ. ഈ സെയിം പാറ്റേൺ തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഒന്ന് റൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സെയിം പാറ്റേൺ തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. നോക്കിക്കേ, ഇതാണ് ഈവനിങ് സ്റ്റാർ എന്ന് പറയുന്ന നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷൻ. ഇത് വളരെ റെയർ ആയിട്ടാണ് നമ്മുടെ മാർക്കറ്റിൽ വരാറ്. അപ്പോൾ ഇതിന് മുന്നേ വന്നിരിക്കുന്ന ഒരു ബെയറിഷ്നെസ് എന്ന് പറയുന്നത് ഇലക്ഷന് മുമ്പ് നമുക്കറിയാം, ഒരു സെപ്റ്റംബർ മാസം വന്ന ആ ഒരു ബെയറിഷ്നെസ് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് സസ്റ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. ഒരുപാട് പേരുടെ പൈസ കൊണ്ടുപോയ ആ ഒരു ബെയറിഷ് മാർക്കറ്റാണ്. ഇവിടെയും നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ട് നോക്കുമ്പോൾ നമുക്കിതിവിടെ ഒരു ഈവനിങ് സ്റ്റാർ കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ദിസ് ഈസ് ദ ഈവനിങ് സ്റ്റാർ. ഈ ഒരു ഈവനിങ് സ്റ്റാർ ബ്രേക്ക് ചെയ്ത, ഈ ഒരു ഈവനിങ് സ്റ്റാറിൻ്റെ ഒരു നെക്ലൈൻ ബ്രേക്ക് ചെയ്ത വലിയൊരു ബെയറിഷ് ട്രെൻഡ് ഈ നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സെയിം തന്നെ ഈ ഒരു ക്യാൻഡിൽ തന്നെയല്ലേ ഇത് നോക്കിക്കുക. ഇവിടെ സ്പിന്നിങ് ടോപ്പിന് പകരം ഇവിടെ ഒരു ഹാമറാണ്. ഈ ഒരു നടുക്ക് നിൽക്കുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിൾ ക്യാൻഡിൽ ആവണമെന്നുള്ളൂ. മേ ബി ആ സ്പിന്നിങ് ടോപ്പ് ആയിരിക്കും. സ്പിന്നിങ് ടോപ്പ് ആണെങ്കിൽ നല്ല കൺഫർമേഷനാണ്. മേ ബി ഇതുപോലത്തെ ഹാമർ ആയിരിക്കാം. അതുപോലെ തന്നെ ഒരു ഈവനിങ് സ്റ്റാർ ആണ് മാർക്കറ്റിൽ ഇപ്പോൾ കറൻ്റ്ലി ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബെയറിഷ്നെസ് എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു സമയത്ത്, അതായത് നേരത്തെ നമ്മൾ കണ്ടത് ഭയങ്കരമായിട്ട് മാർക്കറ്റ് താഴേക്ക് പോയിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള ട്രംപിൻ്റെ ഇഷ്യൂസ് ഒക്കെ വന്നുകൊണ്ട് മാർക്കറ്റ് ആ ഒരു ബെയറിഷ്നെസ്സും കൂടി കാണിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ സമയത്ത്
സമയത്ത് പല ന്യൂസുകളും വരുന്നുണ്ടെങ്കിലും നമുക്ക് എത്രമാത്രം ഇത് ഫാൾ ചെയ്യും എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി കുറച്ചൊരു ഫാള് തന്നു കഴിഞ്ഞു മാർക്കറ്റ്. കണ്ടത് ഇന്നലെ ഇന്നുമായിട്ട് മിനിങ്ങാന്നൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഫാള് തന്നു. 3 ദിവസമായിട്ട് ഫാളാണ്. പിന്നെ ഇനിയുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. 24,423 ലെവലാണ്. ഞാൻ ആ ഒരു ലെവൽ വരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് എന്ന് പറയുന്നത് 23,986 അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 23,000, പിന്നെ സപ്പോർട്ടുകൾ അതിൻ്റെ താഴത്തോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ കറൻലി വരച്ചിട്ടിരിക്കുന്ന സപ്പോർട്ടുകൾ ഈ ഒരു ലെവൽസ് ആണ്. വളരെ ഭംഗിയായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞ 3 ദിവസം സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈവനിങ് സ്റ്റാർ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഈവനിങ് സ്റ്റാർ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ വലിയൊരു ബെയറിഷ് ട്രെൻഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ചാർട്ടുകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ എങ്ങനെ ബെയറിഷ് ട്രേഡ് സക്സസ് ആയിട്ട് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ബെയറിഷ് ട്രേഡ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ലെവൽസ് വരച്ചിടണം. 24,667 എന്ന് പറയുന്നൊരു ലെവൽ ഭയങ്കര പക്കയായിട്ടൊരു ലെവലായിരുന്നു. ഇവിടെ ADR എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മളിവിടെ നോക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഒരു ബെയറിഷ് ആണെന്ന് നമുക്ക് രാവിലെ തന്നെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നമുക്കുണ്ടായിരുന്നു. ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അനാലിസിസ് വെച്ചിട്ടുള്ള ഇൻഫർമേഷനാണ്, അല്ലാതെ നമുക്ക് സീക്രട്ട് ഇൻഫർമേഷനൊന്നുമല്ല. ഇപ്പോൾ ഒരു ബെയറിഷ് ട്രെൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. മാർക്കറ്റ് അപ്പം തന്നെ ADR വരെ ഒന്ന് ടെസ്റ്റ് ചെയ്തു. ADR ബ്രേക്ക് ചെയ്ത് പോയി. ആൻഡ് ഇവിടെ കണ്ട ഈ ഒരു സപ്പോർട്ട് ലൈൻ നമ്മൾ വരച്ചിട്ടതാണ്. ആ ഒരു ലൈനിൽ നിന്നു. മാർക്കറ്റ് ആ ഒരു ലെവലിൽ ആ ഒരു സപ്പോർട്ടിൽ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുക്കാൻ ശ്രമിച്ചെങ്കിലും ഈ ADR ലെവൽ ബ്രേക്ക് ചെയ്യാനായിട്ട് മാർക്കറ്റിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ADR ലെവലിൽ നിന്ന് മാർക്കറ്റ് ഭയങ്കരമായിട്ട് റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബെയറിഷ് ട്രെൻഡ് ചെയ്യുമ്പോൾ ഈ ADR എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ദിവസം എന്ന് പറയുന്ന മാർക്കറ്റ് ഭയങ്കര ഇതിൽ ADR റിജക്റ്റ് ചെയ്തെങ്കിലും 3 മണിക്കാണ് ആ വലിയ മൂവ്മെൻറ്റും അതുപോലെ തന്നെ ആ ഒരു പ്രീമിയത്തിലുള്ള സ്പൈക്കും കാണിച്ചത്. അതിനുശേഷം വീണ്ടും അടുത്ത ദിവസം മാർക്കറ്റ്, അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഒരു ഈവനിങ് സ്റ്റാർ കൺഫർമേഷൻ നമ്മൾ എടുത്തു. അപ്പോൾ അതുപോലെ തന്നെ പിറ്റേ ദിവസവും മാർക്കറ്റ് ഒരു ചെറിയ ഡൗൺ സൈഡിൽ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് നന്നായിട്ട് അടിച്ചു. വീണ്ടും ADR ലെവലിലേക്ക് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ADR റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ADR ചെറിയ രീതിയിൽ റിജക്റ്റ് ചെയ്തു. അപ്പോൾ എല്ലാ ദിവസവും അത് റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. ADR ബ്രേക്ക് ചെയ്ത് മോളിൽ പോയി ഒരു 24,698, ഫ്യൂച്ചറിൽ 698 പക്ഷേ നിഫ്റ്റി ഇൻഡെക്സിൽ 667 ആ ഒരു ലെവലിലാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ഇത് നമ്മളെ പറ്റിച്ചു. അതായത് ADR റിജക്റ്റ് ചെയ്തില്ല, വീണ്ടും ADR ബ്രേക്ക് ചെയ്ത് മോളിൽ പോയിട്ട് സെൽ ഓൺ റൈസ് ആണ് നമ്മൾ പറയുന്നത്. അതായത് മാർക്കറ്റ് ഒരു ബെയറിഷ് ട്രെൻഡിലാണെങ്കിൽ റൈസില്ല, മാർക്കറ്റ് റിക്കവർ ചെയ്യുമ്പോൾ അവിടെ നിന്ന് സെല്ല് ചെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ നിന്നൊരു സെല്ലിങ് വന്ന് ഈ പറഞ്ഞ പോലെ ADR ബ്രേക്ക് ചെയ്ത് വീണ്ടും സപ്പോർട്ട് എടുത്ത് വീണ്ടും ADR ലെവലിലേക്ക് വന്നു. പക്ഷേ അവിടെ നിന്ന് വീണ്ടും ആ 3 മണിക്ക് നല്ലൊരു ഫാള് മാർക്കറ്റിൽ വന്നെന്നുള്ളതാണ്. വീണ്ടും അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ പറഞ്ഞത് സെൽ ഓൺ റൈസ് എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. മാർക്കറ്റ് വീണ്ടും ഈ ഒരു ലെവലിൽ നിന്ന് സെല്ല് ചെയ്തു. ഡേ ലോയിൽ ഒരു അപ്രതീക്ഷിതമായൊരു ബൈയിങ് ക്യാൻഡിൽ നമ്മൾ കണ്ടപ്പോൾ അവിടെ നമ്മളത് ബുക്ക് ചെയ്തു. വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി വീണ്ടും അവിടെ നിന്ന് ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ADRൽ വന്ന് നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ. ട്രേഡേഴ്സൊക്കെ ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് വാരിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച പ്രോഫിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ കണ്ടുപിടിച്ച ഈ ഒരു ഈവനിങ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷൻ ആണ്. ഓൾറെഡി ആ ഒരു ഈവനിങ് സ്റ്റാറിൻ്റെ ഫാള് നമുക്ക് തന്നു കഴിഞ്ഞു. എന്നാൽ നമ്മൾ മാർക്കറ്റ് കുറച്ചും കൂടി നല്ല രീതിയിൽ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ വിക്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വിക്സിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റമൊന്നും മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. ഒരു റിവേഴ്സിബിൾ ക്യാൻഡിലൂടെ വിക്സിൽ കണ്ടു. വീണ്ടും അത് വിക്സ് വളരെ ലോയിൽ തന്നെയാണ്. 12ലേക്കൊക്കെ വന്നെങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് ഒരു 13-14 വന്നിട്ടില്ല. എന്നിരുന്നാലും മാർക്കറ്റിൽ ചെറിയ മൂവ്മെൻറ്റ്സ് കാണിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ പുട്ട് ട്രേഡേഴ്സിന് ഈ ഒരു മാർക്കറ്റ് നല്ല മാർക്കറ്റാണ്. പക്ഷേ സ്വിംഗ് ട്രേഡേഴ്സിന് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വളരെ ശോക മാർക്കറ്റാണ്. എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് തീർച്ചയായിട്ടും തിരിച്ചു വരും. ഈ ഒരു ബെയറിഷ്നെസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. അപ്പോൾ പല സൈക്കിളിലും പല കൈൻഡ് ഓഫ് ട്രേഡ്സ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിന് ആക്റ്റീവായിട്ട് നമ്മൾ ചെയ്യാത്തത് സ്വിംഗ് ട്രേഡിങ്ങിന് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. എന്നിരുന്നാലും നമ്മൾ റിസ്ക് എടുക്കുന്ന ചില സെക്ടേഴ്സൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതൊക്കെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. നിങ്ങൾ സാധാരണ അതായത് സ്റ്റാർട്ടൊക്കെ ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം സ്വിംഗ് ട്രേഡ്സ് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഈ ഒരു അപ്ഡേറ്റ്സ് ഈ ഒരു ഈവനിങ് സ്റ്റാൻഡ് അപ്ഡേറ്റ് എനിക്ക് തരണമെന്നുണ്ട്. അപ്പോൾ മൺഡേ നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇൻട്രാഡേ ബേസിസിലാണ് എല്ലാവരും പുട്ട് ട്രേഡ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ ബൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻട്രാഡേ ബേസിലാവുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാത്രം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ക്യാരി ഫോർവേഡ്സ് അതായത് ഓവർനൈറ്റ് വെക്കാതിരിക്കുക. ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഇൻട്രാഡേ മാത്രം നോക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തരാനുള്ള അഡ്വൈസ്. അപ്പോൾ ഓണൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും നോക്കിയൊക്കെ ചെയ്യുക. പൈസയൊക്കെ സൂക്ഷിച്ച് വെക്കേണ്ട സമയമാണ്. നമുക്ക് ഒരുപാട് ചിലവുള്ള സമയമാണ്. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചത്തെ മാർക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും.